നല്ല സോഫ്റ്റ് ബ്രെഡിൻ്റെ കൂടെ ഇതാ ഈ ഒരു ചിക്കൻ കറി ഉണ്ടോ, അതൊരു അസാധ്യ കോമ്പിനേഷൻ കേട്ടോ. നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ കറി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവേ. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതങ്ങ് മാറ്റി വയ്ക്കാവേ. ഇനി അതിലേക്കുള്ളൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് റെഡിയാക്കാം. ഈ ഒരൊറ്റ മസാലക്കൂട്ട് മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ചിക്കൻ കറിക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഇനി മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി എടുത്താൽ മതി കേട്ടോ. 1 സ്പൂൺ പെരിഞ്ചീരകം, 2-3 കറുകപ്പട്ട, 3-4 ഏലക്ക, 1 സ്പൂൺ കുരുമുളക് കൊണ്ട് ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. അത് വഴണ്ടത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ട് അത് 2-3 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ അതൊന്ന് വഴറ്റി കൊടുക്കാവേ. ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമ്മൾ വെള്ളമൊന്നുമല്ല ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, തേങ്ങാപ്പാലാട്ടോ. അതായത് രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുമല്ലോ, അധികം സമയമൊന്നും വേണ്ട അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1-ാം പാൽ നല്ല കട്ടിപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഈ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല ക്രീമി ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു 5-10 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതും കൂടെ അങ്ങ് അരച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒന്നുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആവേ. നിങ്ങൾ എന്തായാലും ഈ ഒരു ചിക്കൻ കറി മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഗസ്റ്റൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ. ലാസ്റ്റൊക്കെ വെച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണേ. അപ്പം